ഹായ് ഫ്രണ്ട്സ്, ഇച്ചാങ്കൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങൾ ഈ അടുത്ത് മലമ്പുഴ ഡാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അന്നെടുത്ത വീഡിയോ ആണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളൊരു വലിയ ഗ്രൂപ്പായിട്ടാണ് പോയത്. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ആദ്യമായിട്ട് എതിരേറ്റത് അവിടെ കണ്ണട വിൽക്കുന്നൊരു ചേട്ടനായിരുന്നു. ഞങ്ങൾ വിച്ചു ശംഖു എല്ലാം ഒരു കണ്ണട സംഘടിപ്പിച്ച് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് അവരത് വാങ്ങിച്ചെടുത്ത്. അത് കണ്ടിട്ട് രണ്ടാളും പോസ് ചെയ്യുന്ന കണ്ട. ഇതായിരുന്നു കണ്ണടക്കട. എന്നിട്ട് അവർ പിന്നെയും മാറ്റിയൊക്കെ എടുത്തത് തിരിച്ച് വെച്ച് പിന്നെയും മാറ്റി. അവിടെ ഒരുപാട് കളിക്കോപ്പുകളൊക്കെ വിൽക്കുന്ന കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. കുറേ കടകളും അങ്ങനെ അടിപൊളിയായിരുന്നു ഫ്രണ്ടിൽ. അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ അടുത്തേക്ക് തന്നു. കേരളത്തിൻ്റെ പൂന്തോട്ടം എന്നല്ലേ നമ്മുടെ മലമ്പുഴ ഡാമിനും അതിനോടുള്ള പൂന്തോട്ടത്തിനും പറയുന്നത്, ഉദ്യാനം മലമ്പുഴ ഗാർഡൻ. അങ്ങനെ അവിടെ എത്തി. അവിടെ ടിക്കറ്റിൻ്റെ അടുത്ത് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത്. അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി ആയിട്ട് അതിൻ്റെ ഭംഗിയുള്ള കുറേ ചെടികളും ഭയങ്കരമായ അട്രാക്റ്റീവ് ലുക്കാണ് ഫ്രണ്ട്. ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അവിടെയുണ്ട് ഒരുപാട് കടകൾ. കൊച്ചുങ്ങളെ കടകളിലോട്ട് കൂടുതൽ ആകർഷിക്കാതെ നമ്മൾ ഒതുക്കി നിർത്തിയിരിക്കട്ട. കടയിലുള്ള സകല സാധനങ്ങളും അവർക്ക് ആവശ്യമുണ്ടാകും. അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടി നമ്മൾ പതുക്കെ അകത്തോട്ട് കയറി കേട്ടോ. അകത്തോട്ട് കയറി അവിടെ ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചാങ്കൂസിൻ്റെ അച്ഛൻ അവസാനമൊക്കെ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കുന്നുണ്ട് അവിടെ. പൂക്കളുകളെല്ലാം വെറൈറ്റികളാണ്. എല്ലാം വെറൈറ്റികൾ. തെച്ചിപ്പൂവെന്ന് പറയുന്നില്ല, ചെറിയ പൂവുണ്ടല്ലോ, അത് തന്നെ ഒരുപാട് തരങ്ങളുണ്ടായിരുന്നു. ഒത്തിരി തരങ്ങൾ. പിന്നെ എനിക്ക് ഈ ഒരുപാട് ചെടികളെക്കുറിച്ച് വലിയ ധാരണയില്ല കേട്ടോ. അന്നേരം കുറച്ച് അവിടെ നിൽക്കുന്ന മറ്റേ ഈന്തപ്പഴത്തിൻ്റെ പോലത്തെ ഒരു ചെടി കണ്ട്. അതൊന്നും ആക്ച്വലി എനിക്കറിയത്തില്ല അതേത് ചെടിയാണെന്ന് പറയാൻ. ഇതൊക്കെ നമ്മുടെ തെച്ചിപ്പൂക്കൾ, ഈന്തപ്പഴം പോലത്തെ. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അറിയാത്തെന്ന് ഞാൻ പറയുന്നില്ല അതിനെക്കുറിച്ച്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കടക്കാൻ തുടങ്ങി കേട്ടോ. അവിടേക്കുള്ള നടപ്പാതയെന്ന് പറയുന്നത് മറ്റേ ട്രെയിൻ പാളത്തിനെ പോലെയാണ് കേട്ടോ. ആ ട്രെയിൻ പാളത്തിൽ പോലുള്ള നടപ്പാതയിലാണ് ഇച്ചിരി ഇത്. ഞാൻ ട്രെയിൻ പാളത്തിലല്ലാതെ വേറെ എവിടെയും കണ്ടിട്ടില്ല. പച്ചപ്പാണ്. ഈ ഉദ്യാനത്തിൻ്റെ, ഈ പൂന്തോട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ പച്ചപ്പാണ്. പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മലമ്പുഴ പാർക്ക്. ഇതെല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ചേച്ചിമാരാണ് കേട്ടോ. ഞങ്ങളുടെ പാപ്പന്മാരും മേമ്മമാരും ഒക്കെയാണ് ഇത്. അങ്ങനെ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അത് നമ്മൾ പുറത്തുകൂടെ വരുമ്പം തന്നെ ആ സൈഡിൽ കൂടെ കാണാൻ പറ്റും. ആ ചിൽഡ്രൻസ് പാർക്കിലോട്ട് പോകാൻ വേണ്ടി കയറി അപ്പം തന്നെ വിച്ചു കിടന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷേ നമുക്കിപ്പം ഗ്രൂപ്പായിട്ട് പോകുമ്പം തിരിച്ച് വരാൻ മറ്റുള്ളവരുടെ കൂടെയുള്ള സമയത്തിന് എത്തണ്ടേ. അതുകൊണ്ട് പോകാൻ കൂട്ടാക്കാതെ ഞങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ട് തന്നെ നടന്നു. ടൂറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നടപ്പല്ലേ പ്രധാനമായിട്ട്. ഞങ്ങളന്നൊരു ദിവസം തെന്മലയിൽ പോയപ്പോഴും നടന്ന് നമ്മൾ അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. അന്നേരമാണ് നമ്മളിവിടെ റോപ്പ് വേ ഉണ്ടല്ലോ, ആകാശത്തോടുള്ള റോപ്പ് വേ ഒക്കെ കണ്ട്. ഈ നടത്തം നമ്മൾ ഡാമിൻ്റെ മുകളിൽ പോകാനാണ് കേട്ടോ. പോകുന്ന വഴിക്ക് അവിടെയുള്ള ഒരു കരിങ്കല്ല് കുത്തി വെച്ചിരിക്കുന്നത് വേ ടു ഡാം ടോപ്പ് എന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങി.
പിള്ളേർക്ക് ഭയങ്കര അതിൻ്റെ ഇടയ്ക്ക് ഈ റോപ്പ് വേ കണ്ടു കേട്ടോ, മുകളിലോടുള്ള. അത് ഭയങ്കര, നമുക്ക് അതിനകത്ത് കയറണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കയറുന്നത് എത്രത്തോളം സേഫ്റ്റി ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിനൊരു ധൈര്യക്കുറവുണ്ട്. അതുകൊണ്ട് നമ്മളതിനൊന്നും കയറിയില്ല. കുറേ നേരം ഞങ്ങളത് നിന്ന് നോക്കിക്കൊണ്ട് നിന്ന് കേട്ടോ. അങ്ങനെ വിച്ചുവും ശംഖുവും അച്ഛൻ്റെ കൈ പിടിച്ച് നടപ്പ് തുടങ്ങി. പിള്ളേർക്ക് ഭയങ്കര ഉത്സാഹവും ഭയങ്കര ആവേശവുമായിരുന്നു ഇതൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ കൂടെ ഉള്ളവർ കുറച്ചുകൂടെയൊക്കെ മുമ്പിലോട്ടായിപ്പോയി കേട്ടോ. അങ്ങനെ നമ്മൾ മലമ്പുഴ യക്ഷിയുടെ അടുത്തെത്തി. മലമ്പുഴ യക്ഷിയാണ് ഈ മലമ്പുഴ പാർക്കിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണ ഘടകം. കാനായി കുഞ്ഞിരാമൻ സാറിൻ്റെ കരവിരുതും കലാവൈഭവവും. എല്ലാവരും അത് അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോകളൊക്കെ എടുത്ത് കേട്ടോ. ഞങ്ങളും കുറേ ഫോട്ടോയൊക്കെ എടുത്ത്. അവിടെ എത്തുമ്പം തന്നെ നമുക്ക് മലമ്പുഴ ഡാമിൻ്റെ അവിടുത്തെ ടോപ്പ് അത് കാണാൻ പറ്റും. മലമ്പുഴ ഡാം 1949 അല്ലേ ഇത് പണി കഴിപ്പിച്ചത്. പണി തുടങ്ങിയത് 1955 ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ടോപ്പിലോട്ട് കയറാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം തോന്നും. നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ, മറ്റേ ഷട്ടറുകൾ തുറക്കുന്നത്, അതിൻ്റെ ആ സ്ഥലമില്ലേ, അത് നല്ല ഭംഗിയിൽ നമ്മളങ്ങനെ അത് കാണും. ഇപ്പം അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും അതൊരു വളരെയേറെ നയനഭരിതമായ കാഴ്ചയാണ്. എന്നിട്ട് ഞങ്ങൾ തൂക്കുപാലത്തിലേക്ക് കയറി. തൂക്കുപാലത്തിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ബോട്ട് സർവീസൊക്കെ കാണാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു വാട്ടർ പാർക്കുണ്ട് ഇതിനടുത്ത്. പിന്നെ ഒരു മറ്റേ പാമ്പുകളുടെ ഒരു ഗാർഡനുണ്ട്. എവിടെ നോക്കിയാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലമ്പുഴ ഡാമിൽ അവിടെ പോകുന്ന ആൾക്കാരോട് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പെട്ടെന്ന് പോയി ഇറങ്ങരുത്. നമുക്ക് ഒരു ദിവസം വേണം. ഒരു ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ കാഴ്ചകളെല്ലാം വളരെ നന്നായിട്ട് കണ്ട് എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്ക് ഇറങ്ങാൻ പറ്റൂ. നമ്മളിങ്ങനെ സ്പീഡിന് പോകുന്നത് കൊണ്ട് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നല്ല റിലാക്സ് ആയിട്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. അത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് മൊത്തം ഭംഗി ഇതിൻ്റെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു ദിവസം വേറെ നാട്ടിൽ നിന്നാലും ഈ ഒരു ദിവസം അവിടെ തന്നെ സ്പെൻഡ് ചെയ്യണം. നമ്മൾ സ്പീഡിന് നമ്മൾക്ക് നടക്കുകയല്ലാതെ നിവർത്തില്ല. എല്ലാവരും ഒരുമിച്ച് തന്നെ തിരിച്ചു വരികയൊക്കെ വേണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് ശംഖുവിന് ഓട്ടം കൂടുതലായിട്ട് ശംഖു ഒന്ന് വീണിട്ട് ശംഖുവിൻ്റെ നടത്തേക്ക് ഇച്ചിരി സാവകാശം ആയിപ്പോയി കേട്ടോ. അങ്ങനെ എൻ്റെ ഈ വ്ളോഗ് കേൾക്കുമ്പം ഇതിലൊരുപാട് അപര്യാപ്തതകളുണ്ട് എൻ്റെ സംസാരത്തിന്. ഇതൊരു ഞങ്ങളുടെ ചാനൽ വളരെ ചെറിയ ചാനലാണ്. സാധാരണ ഒരു വീട്ടമ്മ വെറുതെ തുടങ്ങിയൊരു ചാനലാണ്. വലിയ അറിവുകളൊന്നുമില്ല കേട്ടോ അവിടെ. അതുകൊണ്ട് ഈ ചാനലിന് ഈ സംസാരത്തിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഇതിൻ്റെ വ്യൂവേഴ്സ് അദ്ദേഹം ക്ഷമിക്കുമെന്ന് കരുതുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം അതിൻ്റെ ടോപ്പിലോട്ട് എത്താൻ പോവുകയാണ് കേട്ടോ. ശംഖു വീണതുകൊണ്ട് അച്ഛൻ ശംഖുവിനെ പൊക്കിയെടുത്ത് അതിൻ്റെ പടി കയറാൻ സഹായിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ദൂരദർശിനി വെച്ച് നോക്കുന്ന, അതിൻ്റെ വിഷൻസൊക്കെ ദൂരദർശിനി വെച്ച് നോക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അതിൽ നിന്ന് കുറച്ചും കൂടെ എന്തൊരു ഭംഗിയാണ് സത്യത്തിൽ. ഇവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല കേട്ടോ. ഈ ഒരു ഏരിയയൊക്കെ ആയപ്പോൾ എനിക്ക് സത്യത്തിൽ അവിടെയൊക്കെ ഇരിക്കുന്ന മനുഷ്യരെ കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. അവിടെ തന്നെ ഇരുന്ന് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മറ്റേ കോയമ്പത്തൂർ ഈശ കാണാൻ പോയത്. ഒരു ദിവസത്തേക്ക് 2 സ്ഥലമായിരുന്നു ടൂർ പാക്കേജ്.
അതെ, ഇതിൻ്റെ ടോപ്പിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന വിഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായ സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ്. ഈ ഡാമിൻ്റെ ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ വേണമെങ്കിൽ നമുക്ക് നടന്ന് കാണാം. അത് വളരെ നല്ലൊരു അനുഭവമായിരിക്കും. പിന്നെ മറ്റൊരു ട്രാവൽ വീഡിയോയുമായിട്ട് പിന്നൊരിക്കൽ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. ആ മുകളിലെത്തിയപ്പോഴത്തേക്ക് ശംഖു അച്ഛൻ്റെ തോളത്ത് ഇരിപ്പുറപ്പിച്ച്. ഇതെല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നവരാണ് കേട്ടോ. ഞങ്ങളുടെ പാപ്പനും മേമ്മയൊക്കെയാണ് കേട്ടോ. അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം വീണ്ടും വീണ്ടും അവിടെ നിന്ന് കണ്ട് നമ്മളിങ്ങ് സന്തോഷത്തോടെ ഇറങ്ങി വന്നു കേട്ടോ. ഈ ചാനലിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു ഓൾ മൈ ഡിയറസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ആൻഡ് താങ്ക് യു ഓൾ മൈ ഫ്രണ്ട്സ്.